ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. തുടക്കത്തിൽ തന്നെ ഒരു താങ്ക്സ് ഒന്ന് പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, എനിക്കൊരു വേറൊരു ചാനലുണ്ടായിരുന്നു. അത് അത്യാവശ്യം 1000 മുകളിലോട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ പോയൊരു ചാനലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിനകത്ത് വീഡിയോസിൽ ഇടുന്നതിൻ്റെ ആണോ അതോ ഇടാതിരുന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഇടുന്നതിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. ആ ചാനലിൽ ചെറിയൊരു എന്തോ ഒരു പ്രശ്നം, അങ്ങനെ ഞാൻ അത് നിർത്തിയിട്ട് വേറൊരു ചാനൽ തുടങ്ങുകയായിരുന്നു ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ്. പിന്നെ ഇത് വന്നിട്ടൊരു ഓർഡർ കേക്കാണ്. 2 kg ഒരു കേക്കാണ് ചെയ്തിരിക്കുന്നത്. വാഞ്ചോയാണ് ഫ്ലേവർ. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 6 ഇഞ്ചിൻ്റെ ടിന്നിലും 4 ഇഞ്ച് ടിന്നിലായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. കേക്ക് ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു അബദ്ധം വന്നിട്ടുണ്ടായിരുന്നു. സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ആ സ്പഞ്ചിൻ്റെ തന്നെ ഫില്ലിങ്ങാണ് സാധാരണ കൊടുക്കാറ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്തപ്പോഴത്തേക്കും ആകെ രണ്ടും കൂടി തിരിഞ്ഞു പോയി. അതായത് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് വൈറ്റ് ഗനാശയും അതുപോലെ തന്നെ വാനിലയുടെ സ്പഞ്ചിന് ചോക്ലേറ്റിൻ്റെ ഗനാശയും കൂടിയാണ് കൊടുത്തത്. പിന്നെ എല്ലാം ഒന്നിൽ തന്നെ ഒരേ കേക്കിൽ തന്നെയാണല്ലോ എന്നുള്ളൊരു ആശ്വാസം തോന്നിയുണ്ട്. വേറെ ടെൻഷനൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, സാധാരണ ഞാൻ കേക്ക് ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഫിനിഷ് ചെയ്തായിരിക്കും എടുക്കുന്നത്. രണ്ടാമത് വീണ്ടും ഫിനിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ചരിവോ അങ്ങനെയൊന്നും ഇല്ലാതെ ക്രം കോട്ടിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ടൂളിലാണ് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കേക്ക് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയുക ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ എന്ത് ചെയ്തിരുന്നാലും എനിക്ക് ഈ ഒരു പാലറ്റ് നൈഫിൽ തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ മാത്രമേ ഞാൻ എന്താ പറയുക വേറെ എന്തെങ്കിലും അഡീഷണൽ ഒരു ടൂൾ എടുക്കത്തുള്ളൂ. അങ്ങനെ ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ ക്രിസ്മസിൽ സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ എനിക്ക് ആ ഒരു തിരക്കിൽ ഈ ഗോൾഡ് ബോൾസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ ആ ഒരു ഗോൾഡ് ബോൾ വെച്ചിട്ടായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് ബോൾസൊക്കെ കിട്ടി. സെയിം മോഡൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം, സെയിം മോഡലാണ്, ഒരു ചേഞ്ചും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. 2 kg കേക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ചരിവ് പോലെ വന്നായിരുന്നു. പക്ഷെ അത് പിന്നീട് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയായിരുന്നു. ഇതായിരുന്നു കേക്കിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.